ഹലോ മക്കളെ, ഞാൻ അഫ്നാസ് AK സൈലത്തിലെ മാത്സ് ഫാക്കൽറ്റി. എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞ് വെക്കേഷൻ എല്ലാം തന്നെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. 10ാം ക്ലാസ് ഒരു 1 ഇയർ ലോങ് ഗംഭീരമായി പഠിച്ചുകൊണ്ട് ഒരുപാട് സമയം പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു അക്കാദമിക് കടന്നുപോയി. ഇപ്പോൾ അതിൻ്റെ ഒരു റിലാക്സേഷൻ പീരീഡിലാണ് എല്ലാവരും ഉള്ളത്. നിങ്ങളായിക്കോട്ടെ ഞങ്ങളായിക്കോട്ടെ എല്ലാവരും തന്നെ കുറച്ചുകൂടി ഒരു കൂൾ പീരീഡിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ്സിന് ശേഷം ഇതെല്ലാം തന്നെ എല്ലാവരും ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ആ കാണുന്ന ക്വസ്റ്റനൊക്കെ തന്നെ മനസ്സിൽ വെക്കുക. നിങ്ങളെല്ലാവരും ഈ നിമിഷം മാക്സിമം എൻജോയ് ചെയ്യണം, മാക്സിമം ആഘോഷിക്കണം. വൈകുന്നേരങ്ങളിൽ എല്ലാവരും കളിക്കാനെല്ലാം തന്നെ പോയി നിങ്ങളുടെ ഈ കാണുന്ന വെക്കേഷൻ ഏറ്റവും ഗംഭീരമാക്കി മാറ്റുക തന്നെ വേണം. ഞങ്ങളും ഇതുപോലെ വൈകുന്നേരം ചായ എല്ലാം കുടിച്ച് ഞങ്ങളും ഇതുപോലെ ആഘോഷിക്കുന്നു ഈ കാണുന്ന ലിഷർ ടൈം. സോ 10ാം ക്ലാസ്സിന് ശേഷം എന്ന് തന്നെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആ കാണുന്ന ക്വസ്റ്റൻ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. 10ന് ശേഷം നമ്മൾ സയൻസ് എടുക്കണമോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ? ഇതാണ് നിങ്ങൾ എല്ലാവരും അഭിസംബോധന ചെയ്യുന്ന ഏറ്റവും വലിയ ചോദ്യം. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇത്ര മാത്രമാണ്. 10ന് ശേഷം നമുക്ക് സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഏതൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഗ്രാബ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് പ്രൊഫഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് കൊമേഴ്സ് മേഖല പോകണമോ അങ്ങോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഹ്യൂമാനിറ്റീസ് ആയിട്ടുള്ള എക്കണോമിക്സും ഹിസ്റ്ററിയും പോകണമോ അങ്ങോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതായത് ഏത് മേഖലയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങൾ സയൻസ് സ്ട്രീം എടുക്കുകയാണെങ്കിൽ. പക്ഷേ നിങ്ങൾ കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ അത്തരത്തിൽ നമുക്ക് എല്ലാ മേഖലയ്ക്കും മാറാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ കുറച്ച് ഡ്രോബാക്ക് നമുക്ക് കൊമേഴ്സിനകത്തും ഹ്യൂമാനിറ്റീസിനകത്തും വരുന്നുണ്ട്. നമുക്ക് സയൻസ് ആകുമ്പോൾ നമുക്ക് എന്താണ് അത്തരത്തിൽ ഒരു ഡ്രോബാക്കും വരുന്നില്ല. നമുക്ക് ഏത് വിഷയവും ഭാവിയിൽ വേണമെങ്കിലും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ആലോചിക്കുമ്പോൾ ഏത് വിഷയത്തിലേക്ക് വേണമെങ്കിലും പോകാൻ വേണ്ടി സാധിക്കും. അതാണ് സയൻസിൻ്റെ പ്ലസ് എന്ന് പറയുന്നത്. പക്ഷേ പഠിക്കാനുള്ള കോണ്ടന്റ് ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. അത്യാവശ്യം പഠിക്കാൻ വേണ്ടിയുണ്ട്. ഞാൻ നിങ്ങളെ കാപ്പറ്റ്യം പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സയൻസിനകത്ത് ഒന്നും പഠിക്കാനില്ല എന്നൊന്നും പറയുന്നില്ല. സയൻസ് ആകുമ്പോൾ പഠിക്കാനുണ്ട്. സയൻസ് ആകുമ്പോൾ എല്ലാ വിഷയവും ഗംഭീരമായിട്ട് പഠിക്കാൻ വേണ്ടിയുണ്ട്. അതാണ് യാഥാർത്ഥ്യം. പഠിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാണെങ്കിൽ സയൻസ് സ്ട്രീം അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടി പറയുന്നു, പഠിക്കാൻ വേണ്ടി തയ്യാറാണെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്ക് സയൻസ് സ്ട്രീം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. പഠിക്കാൻ വേണ്ടി തയ്യാറല്ലെങ്കിൽ അത്രമേ എളുപ്പത്തിൽ ഞാൻ പറയുന്നു സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ ഒരു വിഷയവും പഠിക്കാൻ വേണ്ടി സാധിക്കില്ല. സോ അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. ഇപ്പോഴല്ല, നമ്മുടെ വെക്കേഷൻ എല്ലാം തന്നെ ആഘോഷിച്ച് വെക്കേഷൻ ശേഷമാണ് നമ്മൾ ഏറ്റവും ഗംഭീരമായിട്ട് പഠിക്കേണ്ടത്. ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്ക് +1 ക്ലാസ്സുകൾ ഉണ്ടാവുക. കാരണം ഏകദേശം ജൂൺ മാസം പകുതി കഴിയും നമ്മൾ സ്കൂൾസ് ആരംഭിക്കുമ്പോൾ. ജൂൺ മുതൽ ഫെബ്രുവരി മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു +1 കാലഘട്ടം. ബാക്കി എല്ലാ വർഷവും നമുക്ക് ജൂൺ മാസം ക്ലാസ് ആരംഭിക്കുമ്പോൾ +1 മാത്രമാണ് നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് കമ്പാരറ്റീവ്ലി കുറവുണ്ടാവുക. എന്ന് കരുതി പഠിക്കാനുള്ള സിലബസ് ഒന്നും അത്തരത്തിലല്ല. പഠിക്കാൻ ഒരുപാടുണ്ട്. നിങ്ങൾ ഇത്രകാലം പഠിച്ചതിനകത്ത് ഏറ്റവും കൂടുതൽ പഠിക്കാൻ വേണ്ടി പോകുന്ന വർഷം അത് 11th ക്ലാസ് ആയിരിക്കും. ഇത്രകാലം എല്ലാവരും പറയുന്നു 10ാം ക്ലാസ് ഗംഭീരമാണ്, 9ാം ക്ലാസ് അതിലേറെ ഗംഭീരമായിരുന്നു, ഒരുപാട് പഠിക്കാനുള്ള വർഷങ്ങളായിരുന്നു 9ഉം 10ഉം എല്ലാം തന്നെ. പക്ഷേ അതെല്ലാം മാറ്റി കുറിക്കാൻ വേണ്ടി പോകുന്ന ഒരു അക്കാദമിക് ഇയർ ആയിരിക്കും വരാൻ വേണ്ടി പോകുന്ന നിങ്ങളുടെ +1 കാലഘട്ടം. കാരണം ഒന്നും തന്നെയല്ല, ഈ പറയുന്ന +1നകത്ത് നിങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്ന ജമ്പ് എന്ന് പറയുന്നത് അത് ഭയങ്കര വലുതാണ്. നിങ്ങൾ ഇത്രകാലം പഠിച്ച കെമിസ്ട്രിയെക്കാളും കൂടുതൽ പഠിക്കാൻ വേണ്ടി പോകുന്നു. ഇത്രകാലം ചോട്ട ബച്ചോ പോലെ തന്നെ ഏറ്റവും ചെറിയ കെമിസ്ട്രി പഠിച്ചെങ്കിൽ ഇനി നിങ്ങളൊരു 10ാം നിലയിൽ കയറുന്ന പോലെയുള്ള കെമിസ്ട്രി പഠിക്കാൻ വേണ്ടി പോകുന്നു. ഒറ്റയടിക്ക് 10 നില വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകുന്നു കെമിസ്ട്രിക്കകത്ത്. ഫിസിക്സിനകത്തും അങ്ങനെ തന്നെ ഒറ്റയടിക്ക് 1ാം നിലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 10ാം നിലയിലേക്ക് ചാടിപ്പോകുന്നു. 10ത്തെ വലിയ ജമ്പാണ് നമുക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതെല്ലാം തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടായി മാറാൻ വേണ്ടി പോകുന്നു. അപ്പോഴും മാത്സ് ആണ് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. കാരണം മാത്സ് അങ്ങനെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. കാരണം പണ്ട് മാത്സ് ബുദ്ധിമുട്ട്, ഇപ്പോഴും മാത്സ് ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് മാത്സ് നമുക്ക് വലിയ ജമ്പ് ഉണ്ടാവില്ല. പണ്ടും ഇപ്പോഴും എല്ലാം തന്നെ മാത്സ് അത്യാവശ്യം പഠിക്കാൻ വേണ്ടിയുള്ള ഒരു വിഷയമായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ മക്കളെ, നമ്മളെല്ലാവരും സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുക. അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയുള്ളൂ. നിങ്ങളെല്ലാവരും തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീം ഏതാണ് ആ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സയൻസ് ഇഷ്ടമാണെങ്കിൽ സയൻസ് എടുക്കുക, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് എടുക്കുക, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടി ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങൾ എക്കാലവും ഉണ്ടാവും. സയൻസ് എടുത്തുകൊണ്ട് ഒരിക്കലും ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള മുഴുവൻ കോണ്ടന്റും മുഴുവൻ കോൺസെപ്റ്റുകളും ആവശ്യമുള്ള മുഴുവൻ ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് വരും സൈലത്തിന്റെ അഗ്നി ബാച്ചിലൂടെ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സൈലത്തിന്റെ അഗ്നി ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9995400800. ഏറ്റവും ഗംഭീരമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ +1 ക്ലാസ് ഗംഭീരമായിട്ട് നമ്മൾ ക്രാക്ക് ചെയ്യും. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് സ്മാർട്ട് വാച്ച് ലഭിക്കുന്നതായിരിക്കും. സോ മക്കളെ, join Agni batch. നമ്മൾ ഗംഭീരമായിട്ട് നമ്മുടെ +1 ക്ലാസ് മാറ്റും. ബൈ. സൈനിങ് ഓഫ്, അഫ്നാസ് AK from Xylem Learning. Thank you.